ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് ടെക്നോളജി യൂസ് എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ടെക്നോളജി യൂസ്. നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഡയമെൻഷൻസിനെയും നമ്മുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ലേണിംഗ് ആയിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പ് എല്ലാത്തിനെയും ടെക്നോളജി യൂസ് ഇന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടെക്നോളജി അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. സ്മാർട്ട് ഫോൺസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടേഴ്സ്, സോഷ്യൽ മീഡിയ, ഇതെല്ലാം നമ്മൾ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോബ് സെക്ടർ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ, അതും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെക്ടർ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. നമുക്കിപ്പോൾ അറിയാം, ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിപ്പം വേറെ എവിടെയുള്ള ആളായിക്കോട്ടെ, ഏത് കൺട്രിയിലുള്ള ആളായാലും, ഇപ്പോൾ വേൾഡിൽ എവിടെ തന്നെയുള്ള ആളായാലും നമുക്ക് അവരോട് വോയിസ് കോളോ അല്ലെങ്കിൽ വീഡിയോ കോളോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പം നമുക്കിപ്പം ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഗാദറിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഓൺലൈൻ ഗ്രൂപ്പ് വീഡിയോ കോളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാവരെയും മറ്റേ ടൈം കണ്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് ന്യൂ സ്കിൽസ് ഗെദർ ചെയ്യാൻ വേണ്ടിയിട്ടും ലേണിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുള്ളാണ് ടെക്നോളജി യൂസ്. അത് ടെക്നോളജിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ്. നമുക്കിപ്പം ഒരുപാട് ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പുതിയ സ്കില്ല് പഠിക്കണമെങ്കിൽ ആ സ്കില്ലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും. ഇൻഫർമേഷൻസ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഗൂഗിൾ സ്കോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ മുമ്പത്തെ റിസർച്ച് നോട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് റിസർച്ചിനോ അല്ലെങ്കിൽ സ്റ്റഡീസിനോ ലേണിങ്ങിനോ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഗെദർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരുപാട് സ്കിൽ കോഴ്സസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് സ്കിൽസ് പഠിക്കാനും, അതുപോലെ തന്നെ സ്കിൽസ് ഇമ്പ്രൂവ് ആവാനും, പിന്നെ ഓൺലൈൻ ലൈബ്രറീസിലൊക്കെ നമുക്ക് ആക്സസിബിൾ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഗെദർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുവഴി നമ്മുടെ ലേണിംഗ് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നമുക്ക് ടെക്നോളജി യൂസ് കൊണ്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു പോസിറ്റീവ് എഫക്ട്സ് ആണ്, ഇപ്പോൾ ടെക്നോളജി യൂസിൻ്റെ ഒരു പോസിറ്റീവ് സൈക്കോളജിക്കൽ എഫക്ട്സ് ആണ് നമുക്ക് കണക്റ്റഡ് ആയിരിക്കാൻ പറ്റുക സോഷ്യലി. അതായത് ഇപ്പം ഒരുപാട് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം സെയിം ഇഷ്യൂസ് ഉള്ളവരുടെ കമ്മ്യൂണിറ്റീസ്, ഇപ്പോൾ ഡിസബിൾഡ് ആയിക്കോട്ടെ, അവരുടെ ഒരു കൂട്ടം ആൾക്കാർ സെയിം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ ഗ്രൂപ്പൊക്കെ വഴി നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവർക്ക് അവരുടെ സെയിം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സെയിം പ്രോബ്ലംസ് ഉള്ള ഏരിയാസൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അങ്ങനെ അവർക്ക് ഒരുമിച്ച് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അതിന് അവരിപ്പം ഒരാൾ കണ്ടുപിടിച്ച സൊല്യൂഷൻസ് മറ്റൊരാളോട് പറഞ്ഞിട്ട് അവർക്കത് കുറച്ചുകൂടി ആ ഒരു പ്രോബ്ലം സെയിം ആ ഒരു ഗ്രൂപ്പിൽ വേറെയുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വഴിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ ഗെദർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ സോഷ്യൽ കണക്റ്റഡ്നെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ടെക്നോളജി. പിന്നെ അടുത്തൊരു പോയിന്റ് വരുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. നമുക്കിപ്പം ഒരുപാട് എഡ്യൂക്കേഷണൽ അപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗെയിംസ്, പസിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ സ്കിൽസ്, ഡിസിഷൻ മേക്കിങ്ങിലുള്ള സ്കിൽസ്, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയുടെ സ്കിൽസ്, ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ എഡ്യൂക്കേഷണൽ ഗെയിംസ്, പസിൽസ്, അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വഴി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ടെക്നോളജി യൂസിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റായിട്ട് നമുക്ക് കാണാം. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇപ്പം ബാക്കിയുള്ള സെക്ടേഴ്സിൽ ഇപ്പം എഡ്യൂക്കേഷനെ ബാക്കിയുള്ള സോഷ്യൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ എങ്ങനെയാണ് ടെക്നോളജി യൂസ് ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് നമുക്ക് തരുന്നതെന്നാണ്. നമുക്കിപ്പം അറിയാം, നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള കൺസൾട്ടൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ മെൻ്റൽ ഒരു ഹെൽത്ത് പ്രൊഫഷനെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹെൽത്ത് പ്രൊഫഷനെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വെർച്വലായിട്ട് നമുക്ക് ഡോക്ടറെ കണ്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ടെക്നോളജിയുടെ ഒരു യൂസാണ്. നമുക്ക് ഡയറക്റ്റ്ലി പോവാതെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്ത് നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്തിട്ട് ഇപ്പം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ മേടിച്ച് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് നമുക്ക് മരുന്ന് മേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇന്ന് അവൈലബിൾ ആണ്. അത് ടെക്നോളജി അല്ലെങ്കിൽ ഒരു യൂസ് കൊണ്ട് നമുക്ക് പറ്റുന്നതാണ്. നമ്മൾ ടെക്നോളജിയുടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എഫക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നോളജിയുടെ നെഗറ്റീവായിട്ടുള്ള എഫക്ട്സിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ആങ്സൈറ്റിയും സ്ട്രെസ്സും ആണ്. നമുക്കറിയാം, ഇപ്പം മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കിപ്പം ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പം EMIയും അല്ലെങ്കിൽ ലോണൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പം ഈ നോട്ടിഫിക്കേഷൻസ് കാണുമ്പം നമുക്കൊരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഓവർലോഡായിട്ട് വരുന്ന നമുക്ക് ഇൻഫർമേഷൻസ്, പല ആപ്ലിക്കേഷനും മറ്റേ ടൈം ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓവർലോഡ് ആവുന്നത് മൂലം നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും നമുക്കിപ്പം മെസ്സേജ് അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റ ഇതിലൂടെയൊക്കെ നമ്മൾ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അവരിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതും സ്ട്രെസ്സിലോട്ടോ അല്ലെങ്കിൽ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് നമുക്കിപ്പോൾ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് അതും ഒരു സ്ട്രെസ്സിലോട്ടോ അല്ലെങ്കിൽ ആൻസൈറ്റിയിലോട്ടോ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ നോമോഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് ഉണ്ട്. മൊബൈൽ കയ്യിൽ ഇല്ലാത്ത അല്ലെങ്കിൽ വിത്തൗട്ട് മൊബൈൽ എന്നുള്ളൊരു ഇതിലുള്ള ഫിയർ വരുന്നതാണ് നോമോഫോബിയ. അതായത് മൊബൈൽ ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല, ആ ഒരു ലെവലിലോട്ട് വരെ പോകുന്ന ആളുകൾ ഉണ്ട്. ഇതൊരു മൊബൈലിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടാണ് വരുന്നത്. അടുത്തൊരു എഫക്റ്റാണ് ഡിപ്രഷൻ എന്നുള്ളത്. നമുക്കിപ്പോൾ അറിയാം, നമ്മൾ മൊബൈലിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമ്പ്യൂട്ടറിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു ഇമേജോ ആയിരിക്കും. അവരുടെ പൊട്ട കാര്യങ്ങളൊക്കെ അവർ പുറത്തേക്ക് വിടാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയറിലെ പൊട്ട വശങ്ങളൊക്കെ പുറത്തേക്ക് വിടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ പുറത്തേക്ക് കാണുന്നത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സ്മാർട്ട് ഫോണൊക്കെ വെച്ച് നമ്മൾ കാണുന്നത് ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമ്മളും അതുപോലെ ആവുന്നില്ല അല്ലെങ്കിൽ നമുക്കതുപോലെ പറ്റുന്നില്ല എന്നുള്ള നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരു ഇമോഷണൽ ഫീലിംഗ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ലോൺലിനെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് അതിനൊന്നും പറ്റുന്നില്ല, ഒരു ഇൻഅഡിക്വൻസി, നമുക്ക് കഴിവില്ല എന്നൊരു തോന്നല്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയാൻ വേണ്ടിയിട്ട്, ആത്മവിശ്വാസം കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. നമ്മൾ ഈ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഇമേജുമായിട്ട് നമ്മുടെ റിയൽ ഇമേജ് കമ്പയർ ചെയ്യുമ്പോൾ അപ്പം ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഫീലിങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും അത് അവസാനം ഡിപ്രഷനിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്ത് വരുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. നമുക്കറിയാം, നമ്മുടെ സ്ലീപ്പ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ മെൻ്റൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലീപ്പ് എന്നുള്ളത്. നമുക്ക് ഇപ്പം മൊബൈൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഉറക്കാൻ കറക്റ്റായിട്ട് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നു.
അത് നമ്മുടെ ബാക്കിയുള്ള മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്. നമ്മൾ കിടക്കുന്നതിന് മുമ്പ്, അതായത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് ടൈം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ ഡിക്രീസ് ചെയ്യുന്നു. സ്ലീപ്പ് ക്വാളിറ്റി കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറയുന്നു. ഇത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് ഉണ്ടാക്കുക? നമുക്ക് മൂഡ് ഡിസോർഡേഴ്സ്, ഇപ്പോൾ ഡിപ്രഷനോ അല്ലെങ്കിൽ മേനിയോ പോലുള്ള മൂഡ് ഡിസോർഡേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇറിറ്റബിലിറ്റി, ഇമോഷണൽ ഇറിറ്റബിലിറ്റി, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിഷമം വരാം. അങ്ങനെ ഇമോഷണൽ ഇറിറ്റബിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ആയിട്ട് വരാം, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരാം. ഇങ്ങനെയൊക്കെ വന്നു തുടങ്ങും. ഇത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്ലീപ്പ് ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കൂടെ ഉള്ളവർക്ക് കുറച്ചുകൂടി, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർക്ക് പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്നതോടുകൂടി വരും. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും നമുക്കൊരു ഹോർമോണൽ ബാലൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ബയോളജിക്കൽ റീത്ത് ഉണ്ട്. ഈ സ്ലീപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ ടൈം, ക്വാണ്ടിറ്റി, ഇതൊക്കെ അങ്ങ് കുറയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ബയോളജിക്കൽ റിതത്തിനെ അത് എഫക്റ്റ് ചെയ്തിട്ട് നമ്മുടെ മെൻ്റലും ഫിസിക്കലും ആയിട്ടുള്ള ഹെൽത്തിനെ അത് ബുദ്ധിമുട്ടാക്കും, അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തി അല്ലാതാക്കും. ബാക്കിയുള്ള ഡിസോർഡേഴ്സിലേക്കും ഈ പറഞ്ഞ പോലെ ഇമോഷണലും മൂഡ് ഡിസോർഡേഴ്സ് കാര്യങ്ങളിലോട്ടൊക്കെ ഇത് ചേഞ്ച് ആവും. അടുത്തൊരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷനാണ്. നമുക്കറിയാം അഡിക്ഷൻ, മൊബൈൽ യൂസേജും ഉണ്ട്, മൊബൈൽ അഡിക്ഷനും ഉണ്ട്. മൊബൈൽ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഉപയോഗമാണ്. അത് നമുക്ക് കൺട്രോൾ ഉണ്ടാവും. അതായത് ഒരു ദിവസം ഇത്ര ടൈം മാത്രമേ ഞാൻ അത് ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളൊരു കൺട്രോൾ നമുക്ക് യൂസേജിലുണ്ടാവും. പക്ഷെ അഡിക്ഷനിലോട്ട് വരുമ്പോൾ നമുക്കതിനൊരു കൺട്രോൾ, നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. എത്ര കണ്ടു കഴിഞ്ഞാലും മതിയാവാത്ത, അല്ലെങ്കിൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാലും മതിയാവാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അത് നിയന്ത്രണം വിട്ടുപോകും. നമുക്ക് ബാക്കിയുള്ള ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ സ്ലീപ്പിൻ്റെ കാര്യമായാലും ഫിസിക്കലി മെൻ്റലി നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ട് കൂടി നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതിനെയാണ് നമ്മൾ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിക്ക് അല്ലെങ്കിൽ എക്സസീവായിട്ട് മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോണ് അല്ലെങ്കിൽ ഓൺലൈൻ ബ്രൗസിംഗ് ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമ്മുടെ, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവരുടെ അക്കാദമിക് പെർഫോമൻസിനെ അത് ബാധിക്കുന്നു. അവരുടെ ലേണിംഗ് സ്കില്ല്, മെമ്മറി അല്ലെങ്കിൽ ബാക്കിയുള്ള കോഗ്നിറ്റീവ് സ്കിൽസിനൊക്കെ അത് ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ അവരുടെ വർക്ക് പ്രൊഡക്ടിവിറ്റി അതിന് നല്ലപോലെ ബാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളും മുതിർന്നവരും വലിയവരും എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ബാക്കിയുള്ള നമ്മുടെ ചുറ്റുള്ള ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, സ്പൗസ്, ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവരായിട്ട് നമുക്ക് കണക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഏത് നേരവും മൊബൈൽ ഫോൺ കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രൗസിങ്, ഓൺലൈൻ ബ്രൗസിങ്, നമുക്ക് ആപ്പുകൾ യൂസ് ചെയ്യുക, ഗെയിം, ഓൺലൈൻ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അവരായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഓവറോൾ നമ്മുടെ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും റിലേഷൻഷിപ്പിനൊക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അടുത്ത ഒരു നെഗറ്റീവ് എഫക്റ്റാണ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നത്. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിജിറ്റൽ സ്റ്റിമുലിനോട് എക്സ്പ്ലോഷർ ചെയ്യുകയാണ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിജിറ്റൽ സ്റ്റിമുലി എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ബ്രൗസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം വേറെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക കാര്യങ്ങൾ, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ആയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റിമുലേസ് അറ്റ് എ ടൈം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അറ്റൻഷനെ അറ്റ് എ ടൈം നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അറ്റൻഷൻ സ്പാനിനെ അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ സ്റ്റിമുലിനെ ഡിസ്ട്രോയ് ചെയ്യാനും അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ കുറയാനും കാരണമാകുന്നു.
നമ്മുടെ ലേണിങ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഒരു കാര്യം ശ്രദ്ധിച്ച് കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ, കോഗ്നിറ്റീവ് സ്കിൽസ്, നമ്മുടെ മെമ്മറി, ഇത് ഓർത്തെടുക്കാനുള്ള കഴിവ്, ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു നെഗറ്റീവ് എഫക്റ്റ് വരുന്നത് സോഷ്യൽ ഐസൊലേഷനാണ്. അതായത് നമുക്കിപ്പോൾ അറിയാം, നമ്മൾ കൂടുതലും മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു വിർച്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ വീഡിയോ കോളൊക്കെ വഴി ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഒക്കെ കുറവായിരിക്കും. ഇപ്പം മെസ്സേജ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഇങ്ങനെ മെസ്സേജൊക്കെ ചെയ്യുന്നവർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. ഇങ്ങനെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ കുറയുന്നതിലൂടെ അത് നമുക്ക് ഫീലിങ്സ് ഓഫ് ലോൺലിനെസ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കണക്ഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും നമ്മൾ. സോഷ്യൽ ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് ആളുകളുടെ ഇടയിലാണെങ്കിലും ഒരു സോഷ്യൽ ഗാദറിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് ആരുമില്ല, എന്നാരും മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുക. അത് ടിപ്പിക്കലി അതൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു തോട്ടായിരിക്കും. അതായത് എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൂടിയും ആൾക്കൊരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് തോന്നുന്നതായിരിക്കും. അതാണ് ഫീലിംഗ് ഓഫ് ലോൺലിനെസ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്കണക്ഷൻ, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തോട്ടുണ്ടല്ലോ, അങ്ങനെ മാറി നിൽക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഈ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കുറയുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടും വരുന്നു. അടുത്ത ഒരു നെഗറ്റീവ് എഫക്റ്റ് വരുന്നത് സൈബർ ബുള്ളിയിങ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഓൺലൈനായിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ബാക്കിയുള്ള നോർമൽ പേഴ്സൺസും ആയിക്കോട്ടെ, അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ഓൺലൈനായിട്ടുള്ള ഹാരസ്മെൻറ്റ്, സൈബർ ബുള്ളിയിങ്. ഇതൊക്കെ അവർ ഫേസ് ചെയ്യുന്നതാണ്. മെജോറിറ്റി ഒരു 75% ആൾക്കാരെങ്കിലും ഇത് ഏതെങ്കിലും ഒരു രീതിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് നടന്നൊരു എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ പോട്ടെ, നമ്മൾ പോസിറ്റീവായിട്ടൊരു കാര്യത്തിന് റീപ്ലൈ കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇത് തെറ്റാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് പല രീതിക്ക് അഭിപ്രായങ്ങൾ പറയാനും അതുവഴി നമ്മളെ സൈബർ ബുള്ളിങ്, ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് ഓൺലൈനായിട്ട്. ഇങ്ങനൊരു സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുള്ള ഒരു വിക്ടിം എന്നുള്ള ഒരു രീതിക്ക് വരുമ്പോൾ അവർ ഒരുപാട് അവർക്ക് കുറ്റബോധം തോന്നാം. ഞാനിങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ കുറ്റബോധം, അതുപോലെ തന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇമോഷണൽ എഫക്ട്സ് അവർക്ക് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്കിത് പറയാവുന്നതാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. അടുത്തൊരു നെഗറ്റീവ് എഫക്റ്റ് വരുന്നത് സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവത്തില്ല. അങ്ങനെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പം നമുക്കിപ്പം കമ്മ്യൂണിക്കേഷൻ ബൈ വേർഡ്സ് അല്ലാതെ നമുക്ക് നോൺ വെർബൽ ആയിട്ടുള്ള ഒരുപാട് ക്യൂസ് ഉണ്ട്. സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇപ്പോൾ വെർബൽ ക്യൂസ്, അതുപോലെ തന്നെ എംപതി, നമുക്ക് മറ്റൊരാളുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എംപതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാതെ വരും. നമ്മൾ ഫേസ് ടു ഫേസ് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ നോൺ വെർബൽ ക്യൂസ്, അതായത് ഇപ്പോൾ അവരുടെ ഫേസ് എക്സ്പ്രഷൻസ്, അവരുടെ ഗസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് നോൺ വെർബൽ ക്യൂസിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാതെ വരും. അതുപോലെ തന്നെ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം വരാണെങ്കിൽ അത് മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആലോചിച്ച് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് കുറഞ്ഞു വരും. ഇതൊക്കെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാത്തത് മൂലം നമുക്ക് ഈ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാതെ, അത് ഡെവലപ്പ് ചെയ്ത സ്കിൽസ് ആണെങ്കിലും അത് കുറഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ടെക്നോ സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട്.
നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പം ഓൺലൈനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയോടുകൂടിയിട്ട് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇന്നുണ്ട്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിക്കോട്ടെ, എല്ലാതായിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ഓഫീസ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളും കോൾസൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഏത് നേരവും നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു മീ ടൈം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ നമുക്ക് മെസ്സേജസും കോൾസും കാര്യങ്ങളും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ലൈഫിനെയും നമ്മുടെ പ്രൊഫഷണൽ ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ടല്ലോ, ആ ഒരു ബാലൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ബേൺ ഔട്ടിലിട്ട് ഈ സ്ട്രെസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പം ഇതിങ്ങനെ കൂടി ബേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെ മറ്റൊരു നെഗറ്റീവ് എഫക്ട്സ് ആണ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജിയുടെ യൂസ് എങ്ങനെയാണ് കുട്ടികളിലും അഡോളസൻസിലും എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. നമുക്കിപ്പോൾ അറിയാം, കുട്ടികൾ അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വൾനറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് അവർക്ക് അവരുടെ ഇമോഷണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് ഈ കുട്ടികളും അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ് നടക്കാത്ത കാരണം കൊണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊരു സ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു അബിലിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ളവർ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറൊക്കെ എക്സസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്നതിനേക്കാളും കുറച്ചുകൂടി ഈ ഒരു ഡബിൾ എഫക്ട്സ് അവർക്ക് കൂടുതലായിരിക്കും, നെഗറ്റീവ് എഫക്ട്സ് വരുന്നത്. പക്ഷെ അവർ ആ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഏജിൽ നമുക്കിപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് കൊടുക്കുന്ന എഫക്റ്റിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജിൽ ഇവർക്കുണ്ടാവുന്ന നെഗറ്റീവ് എഫക്ട്സ് അവരുടെ ബാക്കിയുള്ള ലൈഫിനെയും അവരുടെ ബിഹേവിയറിനെയും ബാക്കിയുള്ള കാര്യങ്ങളിലും അവരുടെ ലേണിങ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇതിനൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും നല്ല രീതിക്ക്. ഒരുപാട് എഫക്ട്സ് അതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് അവരുടെ അറ്റൻഷൻ കുറയുന്നതാണ്. അവരുടെ അറ്റൻഷൻ സ്പാൻ നല്ലപോലെ കുറയുന്നു. അറ്റൻഷൻ സ്പാൻ കുറയുമ്പം അവർക്കൊരു കാര്യത്തിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നു. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പഠിച്ചു കഴിയുന്നതിന് മുമ്പ് അവർ എഴുന്നേറ്റ് പോവുക, റിപ്പീറ്റഡ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക, ഇങ്ങനെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ നീറ്റായിട്ട് അത് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു എഫക്റ്റ് വരുന്നത് അവർക്ക് ലേൺ ചെയ്യാതെ പറ്റാതെ വരാം. അവർക്ക് ഒരുപാട് പഠന പ്രശ്നങ്ങൾ വരാം. ഇപ്പം അറ്റൻഷൻ കുറവുണ്ട്, അല്ലെങ്കിൽ അതുപോലെ അവരുടെ മനസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ലേൺ ചെയ്യുന്ന ടൈമിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് മൊത്തത്തിൽ പൂർണ്ണമായിട്ടും ആ ലേണിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അവരുടെ പഠന കുറവ് അല്ലെങ്കിൽ പഠന കാര്യങ്ങളിൽ ശ്രദ്ധയില്ലായ്മ, ബാക്കിയുള്ള പഠന പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾ അല്ലെങ്കിൽ അഡോളസൻസ് എന്നുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിസിക്കലായിട്ട് ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന ഒരു ഏജാണ് അവരുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ യാതൊരുവിധ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള യാതൊരു എൻഗേജ്മെൻറ്റ്സും ഇല്ലാതെ അവർ ടോട്ടലായിട്ട് ഈ ടെക്നോളജി യൂസിലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ പെർഫോമൻസ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ ഒബീസ് ആയി പോവുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് അവർക്ക് വരാതിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അവർ ചൈൽഡ് അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൾണറബിൾ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൈബർ ബുള്ളിങ് ഒക്കെ വരികയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നൊന്നും അവർക്ക് അറിയാതെ വരും. അപ്പോൾ കുറച്ചുകൂടി അവർ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ കുട്ടികളാണല്ലോ, തിരിച്ചൊന്നും പറയില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന സൈബർ ബുള്ളിങ് ഒക്കെ വന്ന് ഒരു അഡൽട്ടിന് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അത് കുട്ടികളിലാണ്. അവർക്കൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അബ്യൂസിന് ഒഴികെ ഒരു ഇമോഷണൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു വെർബൽ അബ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ സൈബർ ബുള്ളിങ് ഒക്കെ വരുമ്പോൾ. അടുത്തത് കുട്ടികൾക്ക് വരുന്ന അല്ലെങ്കിൽ അഡോളസൻസിന് വരുന്ന ഒരു ഇതാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഈച്ച് റിലേറ്റഡ് ആയിട്ട് അവർക്ക് യൂട്യൂബൊക്കെ ആണെങ്കിൽ അവരുടെ ഈച്ചിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്പർ ലോക്കോ ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം കുട്ടികൾ ടെക്നോളജി ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യുമ്പം അവർക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഓപ്പൺ ആണ്. അവരെന്താണ് ബ്രൗസ് ചെയ്യുന്നതെന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് എന്താണ് ബ്രൗസ് ചെയ്തിട്ട് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് അവർക്ക് കിട്ടുന്നത് നമ്മുടെ ടെക്നോളജി യൂസിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് തന്നെയാണ്. അവർക്കൊരു 15 വയസ്സിൽ കിട്ടുന്ന സാധനം അവർക്കൊരു 5 വയസ്സിലോ 10 വയസ്സിലോ ബ്രൗസ് ചെയ്തിട്ട് കിട്ടുന്ന കാര്യം നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ അവർക്ക് സോഷ്യൽ കമ്പാരിസൺ, അതുപോലെ തന്നെ അവരുടെ ബോഡി സെൽഫ് ഇമേജിനൊക്കെയുള്ള കമ്പാരിസൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കിപ്പോൾ അറിയാം സോഷ്യൽ മീഡിയ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവരൊരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് കാണുന്നത്. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള കൺസേൺസ് അല്ലെങ്കിൽ അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള കൺസേൺസ് ഒക്കെ കൂടുതലായിരിക്കും. എനിക്കെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു കൺസേൺസ് ഉണ്ടാവും. അപ്പോൾ ആ കൺസേൺസ് അവരുടെ ബാക്കിയുള്ള ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെയും അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഓവറായിട്ട് അവരുടെ ബോഡി ഇമേജിനൊക്കെ കൺസേൺ ആവും. കുട്ടികളിങ്ങനെ സോഷ്യൽ മീഡിയ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ അറിയാം അതൊക്കെ കൺസേൺ ആവുമ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ പോലുള്ള ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അടുത്ത അവർക്കുണ്ടാകുന്ന ഒരു എഫക്റ്റാണ് സോഷ്യൽ മീഡിയ വാലിഡേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പം മറ്റുള്ളവർ പറഞ്ഞാലൊന്നും അവർക്കത് ഹാപ്പി ആവത്തില്ല. അവരിടുന്ന ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ അവരിടുന്ന ഒരു റീലിന് അവരിടുന്ന ഒരു കമൻറ്റിന് അപ്രിസിയേഷൻ കിട്ടണമെങ്കിൽ സോഷ്യൽ മീഡിയയിലായിട്ട് അവരൊരു ലൈക്ക് ഇടുന്നു, കമൻ്റ് ഇടുന്നു, കാര്യങ്ങളിടുന്നു. അതിലൂടെ ആരെങ്കിലും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിൽ അവർക്ക് പിന്നീട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനൊരു സോഷ്യൽ മീഡിയ വാലിഡേഷൻ സീക്ക് ചെയ്യുക. ഇത് ഏത് നേരം അവർ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഇപ്പോൾ റീലിൻ്റെ അടിയിൽ എത്ര പേര് കമൻ്റ് അടിച്ചിട്ടുണ്ട്, ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഏത് ടൈമും അതിൽ എൻഗേജ്ഡ് ആവുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള അവരുടെ ലേണിങ്ങും കാര്യങ്ങളും ഒക്കെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ വാലിഡേഷൻ ഗേദർ ചെയ്യുന്നത് മൂലം ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ കുട്ടികളെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം മൊബൈൽ അഡിക്ഷനും ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. മൊബൈൽ ഇല്ലാതെ ഇരിക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇരിക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നോബോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്, കേസസ് ഉണ്ട് നമുക്ക് കുട്ടികൾ കുറച്ചുകൂടി കൂടുതലാണ് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കേസസ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അവരെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവർക്ക് എവിടെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വരുമ്പം ഈ മൊബൈൽ അഡിക്ഷൻ അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അവരുടെ ലേണിങ്ങും ബാക്കിയുള്ളതുകൂടി അഫക്റ്റ് ചെയ്യുന്നു.
അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ സ്കൂളിലായാലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടെക്നോളജി യൂസിൻ്റെ ഒക്കെ ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന വരുന്നതാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ടെക്നോളജി യൂസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നാണ്. ഇപ്പോൾ അതിൽ ഒരുപാട് ടിപ്സ് നമുക്ക് പറയാം, സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ ടെക്നോളജി യൂസ് നമുക്ക് ടൈം ലിമിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് ദിവസം ഇത്ര ടൈം മാത്രം മൊബൈൽ യൂസ് ചെയ്യുക എന്നുള്ളൊരു രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രാജുവലി ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് നമ്മുടെ ബെഡ് ടൈമിന് മുമ്പ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബെഡ് ടൈമിന് മുമ്പ് എക്സസീവായിട്ട് മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റീനെയും ക്വാണ്ടിറ്റീനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ടെക്നോളജി യൂസ് മാക്സിമം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള യൂസേജിലേക്ക് കൊണ്ടുപോകാന്നുള്ളത്. ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ എസ്പെഷ്യലി കുട്ടികൾക്ക് വരുമ്പോൾ കുട്ടികളിൽ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ദിവസം മാക്സിമം ഒരു ഹാഫ് ആൻ അവറൊക്കെ മതി അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അവരുടെ സ്ക്രീൻ ടൈമും നമ്മൾ മോണിറ്റർ ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് ആ ഒരു ലെവലിലോട്ട് അവരുടെ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ വലിയവർക്കും കുട്ടികൾക്കും സ്ക്രീൻ ടൈം ഡീറ്റോക്സ് പീരീഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് മൊബൈൽ ഇല്ലാതെ ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികളെ എൻഗേജ് ചെയ്യാം. ഇപ്പോൾ പുറത്ത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ടൈം പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഒരുമിച്ച് ഫാമിലി ഗാദറിങ്സ് ഒക്കെ എൻകറേജ് ചെയ്തിട്ട് ആ ഒരു ടൈം അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ മാക്സിമം ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് എൻകറേജ് ചെയ്യാം. ഇപ്പം മൊബൈൽ ത്രൂ അല്ലെങ്കിൽ നമുക്കിപ്പം ഫേസ് ടു ഫേസ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് ടൈം ടെക്നോളജി അല്ലെങ്കിൽ മൊബൈൽ സ്മാർട്ട് ഫോൺ പിടിച്ച് നിൽക്കാതെ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ഗെയിമിങ്ങും കാര്യങ്ങൾക്കൊക്കെ പകരം ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ പസിൽസൊക്കെ പ്രൊമോട്ട് ചെയ്യുക പാരൻസ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുക, അവരതിൽ എൻഗേജ് ചെയ്യുക. അങ്ങനെ അവരൊപ്പം കൂടെ ഇരുന്ന് കളിക്കുന്നത് അവർക്ക് കുറച്ചുകൂടി ഒരു അല്ലെങ്കിൽ എൻകറേജ്മെൻ്റ് ആയിരിക്കും അതിൽ പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാരൻസ് കൂടി നമ്മളൊപ്പം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഫാമിലി ആയിട്ടൊരു ബോണ്ടിങ്ങും കാര്യങ്ങളും കണക്റ്റഡ്നെസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർലോഡ് ചെയ്തിട്ട് നമുക്കൊരു ബേർഡനും പിന്നെ അതൊരു സ്ട്രെസ് ആങ്സൈറ്റി ലെവലിലോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാതെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലൊന്നും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നെസസറി ആയിട്ട് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ ആ ഒരു കേസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. താങ്ക് യു.